ഗുഡ് മോർണിംഗ് പാർവതി. താനോ? അതെ, ഞാൻ തന്നെയാണ്, CK ചന്ദ്രബോസ്. വീടിന് മുന്നിൽ വന്നു നിന്ന് ഒരാൾ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ കതക് തുറക്കുന്ന ആളിന്റെ ഉത്തരവാദിത്തമാണ് അകത്തേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. പാർവതി ആ മര്യാദ കാണിക്കുന്നില്ല. എന്നാലും ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഞാനായിട്ട് തന്നെ അകത്തേക്ക് കയറിയേക്കാം. ആ ഗൗതം, താനെന്തിനകത്തേക്ക് വന്നത്? തനിക്കിവിടെ എന്താ കാര്യം? ഇറങ്ങണോ വെളിയില്? എന്താ ഗൗതം, എന്തിനാ ഇങ്ങനെ നെർവസ് ആവുന്നേ? ബി കൂൾ മാൻ, കൂൾ കൂൾ. താൻ പണ്ട് ചെയ്തതും ഇപ്പൊ ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കൂടുതൽ കൂളാക്കാനൊന്നും നിൽക്കേണ്ട. ഇറങ്ങ വേഗം ഇറങ്ങാൻ നോക്ക്. ഒന്ന് സമാധാനപ്പെടേണ്ട പാർവതി. ഒരു നല്ല കാര്യം ചെയ്തതിന് നിധിയെയും ഗൗതമനെയും അഭിനന്ദിക്കാനല്ലേ ഞാനിങ്ങോട്ട് വന്നത്. അതിനിങ്ങനെ ചാടിക്കടിക്കാൻ നിന്നാലോ? അല്ല, നിധി എവിടെ? നിധി, 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 ഒന്നിങ്ങോട്ട് വന്നേ. ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിധി, ഒന്നിങ്ങ് വന്നേ മോളെ. മോളെ, ആന്റി പേടിക്കണ്ട. എന്ത് സംഭവിച്ചാലും മുറിന്ന് പുറത്തിറങ്ങരുത്. മിക്കവാറും ആന്റി അന്വേഷിച്ച് തന്നെയാവും അയാൾ ഇവിടേക്ക് വന്നത്. ഞാനൊന്നങ്ങോട്ട് ചെല്ലട്ടെ. നിധി, തന്റെ ഒരു അഭിനന്ദനം ഞങ്ങൾക്ക് വേണ്ട. മര്യാദയ്ക്ക് പുറത്തിറങ്ങ. അതായിരിക്കും തനിക്ക് നല്ലത്. ആളെത്തിയല്ലോ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആഹാ, അത് കൊള്ളാലോ. ഞാൻ എന്തിനാണ് വന്നതെന്ന് അതിബുദ്ധിമതിയായ നിധിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ലേ? ആ നിർമ്മല ഇവിടെ ഉണ്ടോന്ന് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാ മോളെ ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ നിധി ഇത്? ഇയാള് വന്നത് എന്തിനാണെന്ന് നിനക്കറിയോ? പറ നിധി, നീ എന്തിനാ മടിക്കുന്നത്? നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? CKC വന്നിരിക്കുന്നത് നിർമ്മലാന്റി അന്വേഷിച്ചാണെന്ന് ഞാൻ എങ്ങനെ പറയും? പറഞ്ഞ എല്ലാ രഹസ്യവും പൊളിയുമല്ലോ. ചോദിച്ചത് കേട്ടില്ലേ? ഇയാള് വന്നത് എന്തിനാണെന്ന് നിനക്കറിയോന്ന്? ഒന്ന് അടങ്ങ് മിസ്റ്റർ ഗൗതം. ആ പാവത്തിനിങ്ങനെ വെറുതെ വരട്ടാൻ നിൽക്കാതെ ആദ്യം എന്റെ ഈ പൂച്ചെണ്ട് ഐശ്വര്യമായിട്ട് അങ്ങ് സ്വീകരിച്ചാലും. ഇതാ പിടിച്ചോ. അനാഥാലയം തുടങ്ങുന്നതിന് വേണ്ടി ഞാൻ കണ്ണുവെച്ച പ്രോപ്പർട്ടിയെ അവസാന നിമിഷം എന്നെ മറികടന്ന് സ്വന്തമാക്കിയ ഗൗതമനും നിധിക്കും ഈ CK ചന്ദ്രബോസിന്റെ വക അഭിനന്ദനങ്ങൾ. തന്റെ അഭിനന്ദനങ്ങളും ആശംസകളും ഏറ്റുവാങ്ങാൻ വേണ്ടി നിൽക്കുമല്ലോടോ ഞാനിവിടെ. മര്യാദയ്ക്ക് ഇറങ്ങി പോടെ പുറത്ത്. പറഞ്ഞു കേട്ടില്ല, ഇറങ്ങി വെളിയില്. ഇങ്ങനെ മനുഷ്യനെ ആട്ടി ഇറക്കാതെ ഗൗതം. ഒന്നുമില്ലേലും നിന്റെ അപ്പനാകാനുള്ള പ്രായമില്ല എനിക്ക്. അപ്പനാകാനുള്ള പ്രായം മാത്രമല്ല, നിന്റെ അപ്പനാണ് ഞാൻ ബിസിനസ്സിൽ. ഇറങ്ങണോ വെളിയില്? ഇറങ്ങാൻ. അയ്യയ്യയ്യേ, എന്തോന്നാ ഇത്? ഞാൻ പറഞ്ഞല്ലോ, അപ്പനാകാനുള്ള സർവ്വയോഗ്യതയുള്ള ഒരാളുടെ മുഖത്ത് നോക്കി എടാ പോടാന്നൊക്കെ വിളിച്ച് ആട്ടി ഇറക്കുന്നത് എന്തൊരു മര്യാദകേടാ. കൈവിട്, മോൻ വിട്. ഞാൻ പൊയ്ക്കോളാം. പക്ഷേ ഒരു പ്രധാന ഡീൽ എനിക്ക് സംസാരിക്കാനുണ്ട് നിന്റെ ഭാര്യ നിധിയുമായിട്ട്. നിധിയുമായിട്ട് തനിക്ക് എന്ത് ഡീലാ ഉള്ളത്? പറ, അത് ഞാനൊന്നും കേൾക്കട്ടെ. അതായത് ഗൗതം, എനിക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യം നിധി കസ്റ്റഡിയിൽ വെച്ചേക്കുക. അത് തിരികെ വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്.